എത്ര പെമ്പിളറിന്റെ പുറകെ നടന്നതാ, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതോ ഇവളെക്കാണെങ്കിൽ തന്നെ പുല്ല് വേല. ഇനി ശരിക്കും എന്നെ പ്രേമിക്കാൻ കൊള്ളൂലേ? എന്നാലും ഇത് പ്രകാശ് ചേട്ടാ. എന്താടാ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണേ? അതൊന്നുമില്ല പ്രകാശ് ചേട്ടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ. ഇന്നലെ നിന്റെ അമ്മ വന്നേ അഞ്ജുനെ വരട്ടണുണ്ടപ്പ ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ കാര്യം മനസ്സിലായി. നീ ആ ത്രിവേണിയുടെ പുറകെയാണല്ലേ? ഏട്ടാ എടാ ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണോ? നിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാലേ ആദ്യം നിന്നെ തട്ടും, പിന്നെ അവളെ. അല്ലെങ്കിലേ ത്രിവേണി ഏട്ടത്തെയും കൂടി നിന്റെ അമ്മേനെ തട്ടും. എന്തായാലും ഒരു മരണം ഉറപ്പാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവളെ. എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയൊരു കൊച്ചവള്. ആദ്യമായിട്ടാ? പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ അത് ചുമ്മാ, പക്ഷെ ഇത് സീരിയസ് ആട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ആണെങ്കിൽ കൂടെ നിൽക്കും ഒരാളില്ല, ഒരാളെന്നെ പറ്റി നല്ലത് പറയാൻ പോലും ഇല്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന പപ്പയാണെങ്കിൽ എന്ത് പറയാനാ? അല്ല നീ ഇങ്ങനെ പുറകെ നടക്കണ ത്രിവേണിക്ക് അറിയോ? അറിയാം. അവളുടെ റെസ്പോൺസ് എന്താ? പുല്ലുവല്ല. ഇത് പണ്ട് ഞാനേ അഞ്ജുന്റെ പുറകെ നടന്നപ്പോ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ തോന്നണേ നടക്കണ്ടായിരുന്നു. ചേട്ടാ അഞ്ചു വെച്ചപ്പോലല്ല ത്രിവേണി. അല്ല അത് നീ പറഞ്ഞ കറക്റ്റാ. അഞ്ജുനെ പോലെ അഞ്ചു മാത്രമേ ഉള്ളൂ. ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഏട്ടൻ്റെ ലവ് മാരേജ് ആയതുകൊണ്ട് എന്റെ വിഷമം ഏട്ടന് മനസ്സിലാവുണ്ടാവും. നീ സീരിയസ് ആണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. ഞാൻ സീരിയസ് ആട്ടാ. എത്രയൊക്കെ പറഞ്ഞു ചേട്ടത് മനസ്സിലാവണില്ല. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിന്റെ അമ്മ എനിക്ക് നല്ല പോലെ അറിയാം. ഒരാളെ ഇഷ്ടമല്ലെങ്കിലേ ഏത് വിധേനയും ദ്രോഹിക്കും. ഇപ്പൊ ഏട്ടത്തെയും ത്രിവേണിയാണല്ലോ നിന്റെ അമ്മയുടെ ശത്രുക്കള്. നീ ഇനി റിവെഞ്ച് ലൈൻ വല്ലതും ആണോ? റിവെഞ്ച് ലൈനോ? ഞാനോ? എന്റെ ഏട്ടാ, ഇത് 916 പ്യുവർ ലവ് ആണ്. എന്നാ പിന്നെ ഞാൻ കൂടെ ഉണ്ട്. പിന്നെ ത്രിവേണി തീർത്തും വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ നീ ശല്യപ്പെടുത്തരുത് കേട്ടാ. ഇതിപ്പോ തീർത്തും വേണ്ടെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലാവുക? അതൊക്കെ മനസ്സിലാവും. പക്ഷെ എപ്പോഴും വേണ്ടെന്ന് തന്നെ പറയുന്നത്. എടാ എല്ലാ പെണ്ണുങ്ങളും ആദ്യം വേണ്ടെന്നേ പറയുള്ളൂ. അഞ്ചു ആദ്യം എന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞേ, പിന്നെ പുറകെ കിടന്നപ്പോ എസ് പറഞ്ഞ്. പക്ഷെ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നണം. എന്റെ സമയദോഷം. അത് വിട്, നമുക്കിത് ശരിയാക്കാം.